Yes, sir. Yes, sir. So when we draw the FBD of link number 4, അതിൽ number of forces ഈ രീതിയിലാണ് വരിക. ഇനി ഈ കേസിൽ നമുക്ക് ടോട്ടലി നോൺ ഫോഴ്സ് ഒന്ന് എഫ് ആണ്. 2000 ന്യൂട്ടൺ എന്ന മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. രണ്ടാമത് നമുക്ക് ആകെ അറിയുന്നത് ഒന്ന് F34T നമുക്കറിയാം. F34T എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് വാസ് F34T? F34T എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓൾവേസ് ഈക്വൽ ടു എന്തായിരിക്കും? F43T ആണ്. F43T മാഗ്നിറ്റ്യൂഡ് നമ്മൾ തൊട്ട് മുന്നത്തെ കേസിൽ കണ്ടുപിടിച്ചു. എന്തായിരുന്നു അത്? 153.84 ന്യൂട്ടൺ ആയിരുന്നു അല്ലെ? ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് നമ്പർ 3 വരച്ചിട്ട് വി ഹാവ് കാൽക്കുലേറ്റഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് F43T. അതേ മാഗ്നിറ്റ്യൂഡ് ആണ് F34T ഉണ്ടാവുക. ഡയറക്ഷൻ മാത്രമാണ് ചേഞ്ച് ആവുന്നത്. സോ ഡയറക്ഷനും നമുക്കറിയാം, മാഗ്നിറ്റ്യൂഡും അറിയാം, ഡയറക്ഷനും അറിയാം, മാഗ്നിറ്റ്യൂഡ് അറിയാം. 2 നോൺ ഫോഴ്സും 2 അൺനോൺ ഫോഴ്സും ഉള്ളത്. ഈ 2 അൺനോൺ ഫോഴ്സിൽ തന്നെ അൺനോൺ ഇൻ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, ഡയറക്ഷൻ നമുക്ക് രണ്ടിന്റെ അറിയാം. സോ അടുത്ത നമ്മൾ പോകുന്നത് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് നമ്പർ 4 വരച്ചാൽ സ്ട്രേറ്റ് അവേ വിൽ ഗോ ഫോർ ഡ്രോയിങ് ദി ഫോഴ്സ് ഡയഗ്രാം, ഫോഴ്സ് പോളിഗൺ ഫോർ ലിങ്ക് 4 വിത്ത് റിലേറ്റഡ് ടു ലിങ്ക് നമ്പർ 4. നമ്മൾ ഫോഴ്സ് പോളിഗൺ ആണ് വരക്കാൻ പോകുന്നത്. എങ്ങനെയാ ഫോഴ്സ് പോളിഗൺ വരയ്ക്കാന്ന് പറഞ്ഞാൽ ആദ്യം സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് നമുക്കറിയുന്ന F2000 ന്യൂട്ടണും F34T 153 ലാർജസ്റ്റ് ഓൺ 2000 ന്യൂട്ടൺ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? 2000 ന്യൂട്ടണിന് നമുക്കൊരു 10 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്കെയിൽ എങ്ങനെ വരുമോ? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ന്യൂട്ടണാ? വേമ്പറ 200 Newton. 200 Newton, correct. This is the scale that we should take for drawing the. ഈ സ്കെയിൽ എടുക്കണമെന്നല്ല, നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് എന്ത് സ്കെയിലും എടുക്കാം. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നെ. ഫോഴ്സ് പോളിഗൺ. സോ ഫോഴ്സ് പോളിഗൺ ആദ്യം കംപ്ലീറ്റ്ലി നോൺ ഫോഴ്സ് ആയ എഫ് നമുക്ക് എടുക്കാം. ആ എഫിനെ ഞാൻ ഹലോ ഹലോ Hello. ഹലോ ഹലോ നെറ്റ് പോയാ? പോയി. 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് കാണിക്കുന്നത് എഫ് ആണ്, എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ആണ്. എന്നാ അജയ് കേൾക്കുന്നില്ലേ? ക്ലാസ് കേൾക്കുന്നില്ലേ? സാർ ഇപ്പൊ കട്ടായിനെ. അജയ് കൃഷ്ണ ആടി ഉണ്ടാ? ഹലോ സാറിന്റെ ഹലോ സമയത്ത് കട്ടായി പോയത്. ഇതിലൊരു മെസ്സേജ് കണ്ട്. ഇടയ്ക്ക് കട്ടാവുന്നുണ്ട് സാർ. ആരെണ്ടോ ഇപ്പൊ കാണുന്നുണ്ടോ? ആ സാർ ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, സോ ആദ്യം 10 സെന്റിമീറ്ററിന്റെ ലൈൻ ഒരു O എന്ന് പറഞ്ഞ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് P-ലേക്ക് വരച്ചു. ദാറ്റ് ഷുഡ് റെപ്രസെന്റ് ദി അപ്ലൈഡ് ഫോഴ്സ് എഫ്. നെക്സ്റ്റ് ടോട്ടലി നോൺ ഫോഴ്സ് F34T ആണ്. സോ 1 സെന്റിമീറ്റർ 200 ന്യൂട്ടൺ ആണെങ്കിൽ ഈ F34T എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററിൽ ഞാൻ വരക്കണം? F34T എന്ന് പറഞ്ഞാൽ 153.84 ന്യൂട്ടൺ ആണ്. അപ്പൊ എത്ര സെന്റിമീറ്ററിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? 1 സെന്റിമീറ്റർ 200 ന്യൂട്ടൺ ആണെങ്കിൽ 153.84 എത്ര സെന്റിമീറ്റർ ആണ്? 0.76 centimeter. 0.76. ഇത് ഡിവൈഡഡ് ബൈ 200 0.76 സെന്റിമീറ്റർ. ഓക്കെ, ഈ 0.76 സെന്റിമീറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കണം ഞാൻ F34T കാണിക്കുന്നത്. സോ വളരെ ചെറിയ 1 സെന്റിമീറ്ററിൽ ഏകദേശം 1 സെന്റിമീറ്റർ വെച്ച് കുറവാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2000 ന്യൂട്ടണിന് നിങ്ങൾ കുറച്ചും കൂടി വലിയ സ്കെയിലേക്ക് ഒരു 15 സെന്റിമീറ്റർ ആക്കാം. ഓക്കെ, സോ എനിവേ 0.76 സെന്റിമീറ്റർ ചെറിയ വാല്യാണ്. ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ വേണ്ടി അത് കുറച്ച് നീട്ടി വരക്കുന്നതാണ്. അത് ഈ F34T എങ്ങനെയാണ് ഇവിടെ വരച്ചത് അതിന് പാരലായിട്ട് വേണം ഇവിടെ വരക്കാൻ. സോ ഇതെങ്ങനെയാണോ അതിന് പാരലായിട്ട് ഇവിടെ
ഈ രീതിയിൽ കാണിക്കാം. ഓക്കെ, സോ ഈ ഹെഡിൽ നിന്ന് ഇതിന്റെ ടെയിൽ തുടങ്ങി അടുത്ത ഹെഡിലേക്ക് എത്തി. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് F34T ആണ്. PQ എന്ന് പറഞ്ഞ പോയിന്റ് ആണെന്ന് വിചാരിക്കും. Q ആയിക്കോട്ടെ പോയിന്റ്. ഇനി ഇവിടുന്ന് നമുക്കുള്ളത് രണ്ട് ഫോഴ്സ് ആണ്, F34N ഉം F14. രണ്ടിന്റെയും ഡയറക്ഷൻ മാത്രമേ അറിയൂ, നമുക്ക് മാഗ്നിറ്റ്യൂഡ് അറിയില്ല. സോ F34N എങ്ങനെയാണോ അതിന് പാരലായിട്ട് ഇവിടെ ലൈൻ വരയ്ക്കുക, നീട്ടി വരയ്ക്കുക. നമുക്ക് എത്ര ഡിസ്റ്റൻസ് നീളമുണ്ട് എന്നത് നമുക്ക് ഇതുവരെ അറിയില്ല. സോ ഇതിന് F34N പാരലായിട്ട് അത് അങ്ങോട്ട് വരയ്ക്കുക. ഈ കാണിക്കുന്നത് F34N ആണ്. അടുത്ത F14 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതിന്റെ ടെയിൽ ഈ ഭാഗത്തെ ഹെഡ് ആണെങ്കിൽ അടുത്തതിന്റെ ടെയിൽ ഇവിടുന്ന് തുടങ്ങി ഹെഡ് ഇവിടെ അവസാനിക്കണം. സോ അത് വേർട്ടിക്കൽ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനാണ്. സോ എന്ത് ചെയ്യാം, എക്സാക്ട് വേർട്ടിക്കൽ ആയിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരക്കുക. എന്നിട്ട് അതിന്റെ എയറോ ഹെഡ് ഇങ്ങോട്ട് കാണിക്കുക. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. സോ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന F14 എന്നതാണ്. ഇത് F34 ആണ്. OPQ ഈ പോയിന്റിന് നമുക്ക് സ്മോൾ ലെറ്റർ R എന്ന് കൊടുക്കാം. So this is the fourth polygon that you will obtain. So F34T എന്ന ഫോഴ്സ് ഒരു കോമ്പണന്റ് ഉണ്ട്, F34N എന്ന കോമ്പണന്റ് ഉണ്ട് അല്ലെ. ഇതിന്റെ എറോ ഹെഡ് ഇങ്ങോട്ടാണ്. F34T, F34N രണ്ടും ഷുഡ് ബി കോമ്പണന്റ് ഓഫ് F34 അല്ലെ. F34 എന്ന ഫോഴ്സിന്റെ രണ്ട് കോമ്പണന്റ് ആയിരിക്കണ്ടേ, F34T യും F34N ഉം ആയിരിക്കണ്ടേ അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോമ്പണന്റ് റിസൾട്ടന്റ് ആയിരിക്കും എന്തെന്ന്, F34 ആയിരിക്കൂലേ. വെരി ഗുഡ്. സോ ഈ ഫോഴ്സ് ഈ കോമ്പണന്റ് ഇങ്ങോട്ടും ഡയറക്ഷൻ, ഈ കോമ്പണന്റ് ഇങ്ങോട്ടും ഡയറക്ഷൻ ആണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അല്ലെ, ഇതായിരിക്കണം ഇതിന്റെ റിസൾട്ടന്റ്. ഈ വരച്ചതായിരിക്കും റിസൾട്ടന്റ്. അതിന്റെ ഡയറക്ഷൻ ഷുഡ് ബി ലൈക്ക് ദിസ്, ഇവിടുന്ന് ഇങ്ങോട്ട്. ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ആണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് ഇങ്ങനെയായിരിക്കും വരും. പണ്ടേ പഠിച്ചതല്ലോ നമ്മള് അല്ലേ. ഓക്കെ, സോ ഈ വരച്ച റിസൾട്ടന്റ്, ഈ റിസൾട്ടന്റ് ലൈനാണ് എന്ത്, F34. This is F34. This is F34. ഞാൻ ഈ മാനുവൽ നോട്ട് ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. സോ ഫോഴ്സ് പോളിഗൺ വരച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പോളിഗൺ മെഷർമെന്റ്സ് എടുക്കുക. അതായത് ഫ്രം ഫോഴ്സ് പോളിഗൺ നമുക്ക് എന്തൊക്കെ മെഷർ ചെയ്യാൻ പറ്റും. ഫ്രം ഫോഴ്സ് പോളിഗൺ വി ക്യാൻ മെഷർ F34. F34 എന്ന് പറഞ്ഞ വെക്ടർ ഷുഡ് ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് PR. PR എത്ര സെന്റിമീറ്റർ ആണോ കിട്ടുക അതിന് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് യൂസിങ് സ്കെയിൽ. ഫോഴ്സ് പോളിഗൺ വരക്കാൻ ഉപയോഗിച്ച സ്കെയിൽ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യാം. അതായത് 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ കിട്ടും. സോ PR എത്ര സെന്റിമീറ്റർ ആണോ അതിന് എത്ര ന്യൂട്ടൺ ആണോ അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? So F34 കാൽക്കുലേറ്റ് ചെയ്യാം. ഓൾസോ മെഷർ വാട്ട്, F14. F14 ജസ്റ്റ് മെഷർ ചെയ്ത് അവിടെ വെക്കുക. F14 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ വെക്ടർ വിച്ച് വൺ, OR ആണ്. അതിനെയും കൺവേർട്ട് ചെയ്ത് വെക്കുക. ഈ രണ്ട് ആൻസർ നമുക്ക് കിട്ടുന്നത് ഫ്രം ദ ഫോഴ്സ് പോളിഗൺ ആണ്.
F34ന്റെ വാല്യൂ എത്ര കിട്ടിയെന്നുള്ള പറയണേ. Tell me the value of F34. Two thousand 280. എത്ര? 2280. 2000 280. 2280 ആണോ കിട്ടുന്നത്? Yes, sir. ഞാൻ ഈ എഫിന്റെ വാല്യൂ 2000 തന്നെയല്ലേ വന്ന്? അല്ലേ? മാറിയിട്ടല്ലോ. 2000 തന്നെയല്ലേ ക്വസ്റ്റ്യനിൽ ഇട്ട്? അല്ല സാർ 4000 4000 ഞാൻ ആദ്യം ഇട്ടത്. 4000. ഓ, അപ്പൊ നിങ്ങളിപ്പോ ഈ ഫോഴ്സ് പോളിഗൺ വരച്ച് എത്ര എടുത്തിട്ടാ? 2000. എടാ അത് മാറിപ്പോയിന്. നിങ്ങളൊന്നും എന്നെ ഓർമ്മ. എടാ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരുമാതിരി മണ്ടന്മാറ്? ഞാനെന്ന് എഴുതുമ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണ്ടേ? ക്ലാസ് ആണപ്പോ ഇത്. ഇനി 2000 വാല്യൂ, ആ 2000 വാല്യൂ വെച്ചല്ലേ നിങ്ങൾ ഇതെല്ലാം വരച്ചത് അല്ലേ? എടാ എന്ത് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. എന്തൊരു ആനം പൊട്ടന്മാരാണിപ്പോ നിങ്ങള്. എന്തെങ്കിലും ഒരു വാല്യൂ ഞാനിത് അപ്പുറം ടെക്സ്റ്റിലെ അല്ലെ ആ ക്വസ്റ്റ്യനിലെ വാല്യൂ ഞാൻ ആടെ പോയിട്ട് നോക്കിയിട്ടാണ് എഴുതുന്നത്. ഇത് ഇതിന്റെ മേലെ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് മാറിപ്പോ എഴുതുന്നത്. ചിലപ്പോ ഒന്ന് മായിച്ചിട്ടാണ് ഞാൻ ഇപ്പുറത്ത് വരക്കുകയും തിരിക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നേ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിനും പ്രതിഷേധിക്കാനും ശബ്ദം ഉയർത്താനും കഴിയല്ലോ. ഒരു ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കാര്യം പറയാനോ കഴിയില്ലല്ലോ നിങ്ങൾക്ക്. എന്ത് പിള്ളറാ നിങ്ങൾ നീ ആലോചിക്കുന്നത്? എന്ത് നോൺസെൻസിനാ നിങ്ങൾ രാവിലെ തന്നെ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് കുത്തിയിരിക്കുന്നത്? ബോർഡിൽ ഒരു മിസ്റ്റേക്ക് പറ്റി അത് പറയാനുള്ള ആർജവം പോലും നിങ്ങൾക്കില്ലേ? വെറുതെ യൂസ്ലെസ് ഇങ്ങനെ ഞാൻ എന്ത് പറയുന്നത് കേട്ടോണ്ട് മാത്രം ഇരിക്കാൻ കുറെ ആൾക്കാർ. സ്വന്തമായിട്ട് തലയുമില്ല, അത് അനക്കാനും കഴിയൂല, ബുദ്ധി ഉപയോഗിക്കാനും കഴിയൂല. കഴിഞ്ഞ ന്യൂമറിക്കലില് വാല്യൂ തെറ്റായി കിട്ടിയതുകൊണ്ട് ഈ ന്യൂമറിക്കല് എക്സാക്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കണം എന്നതാണ് ഞാൻ ഈ ന്യൂമറിക്കലിലെ ഫസ്റ്റ് പറഞ്ഞത്. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ അതേ വാല്യൂ ഞാൻ എടുത്തത്. അത് ഇവിടെ വെച്ച് ഞാൻ ഇവിടുന്ന് മായ്ച്ച് എഴുതുമ്പോൾ മാറിപ്പോയി. എന്നാ മണ്ടന്മാരായ നിങ്ങളൊന്നും എന്നോട് പറയണ്ടേ? സാർ ആദ്യം 4000 എഴുതിയേ, ഇപ്പൊ 2000 എഴുതി, അപ്പൊ സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മൾ 4000 ആയിട്ട് എടുക്കണോ 2000 ആയിട്ട് എടുക്കണോ ചോദിക്കണ്ടേ? ഞാനിപ്പോ അതിന്റെ ആൻസർ നിങ്ങളടുത്ത് ചോദിച്ചിട്ട് ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോ എനിക്കിത് മനസ്സിലായത്. നിങ്ങൾ അവസ്ഥ വളരെ കഷ്ടമാണ് കേട്ടോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിന് ഇങ്ങനെ ഈ മെനക്കെട്ട് ചെറിയ പിള്ളേർ പഠിക്കുന്ന സ്റ്റെപ്പ് അടക്കം ബോർഡിൽ എഴുതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പോത്ത് പോലെ ആയി 6th സെമിസ്റ്റർ പഠിച്ച്, എന്നിട്ടും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് എഴുതി കൊടുക്കുന്ന പോലെ ഇങ്ങനെ ബോർഡിൽ സ്റ്റെപ്പ് എഴുതിയിട്ട് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരൊറ്റ എണ്ണത്തിന് ബുദ്ധിയുമില്ല, വായു തുറക്കാനുള്ള ഇതുമില്ല, മണ്ടന്മാരായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ എല്ലാം. ഉള്ള HMTന്റെ അവരും മറ്റേ അവരും തിരിച്ച അവരെല്ലാം എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒരാവശ്യമില്ല, വെറും വേസ്റ്റ് ഓഫ് ടൈം. നിങ്ങൾ എന്തെങ്കിലും ആക്കി ഇതിനെത്ര വാല്യൂ കിട്ടിയെന്നുള്ള പറ. $4,560. അപ്പൊ നേരത്തെ 2000 അല്ലേ പറഞ്ഞത്? സാർ അത് 4000ലേക്ക് സ്കെയിൽ ചെയ്തു. നിങ്ങൾ എല്ലാരും ഇപ്പൊ ഏത് വാല്യൂ എടുത്തിട്ട് ചെയ്യുന്നത്? അതെ, ഈ ക്ലാസ്സിൽ ജോയൽ ടോം അല്ലാണ്ട് വേറൊരുത്തരും ഇല്ലേ? ആയി തുറക്കണു പറഞ്ഞത്. ഇപ്പൊ 4000 വാല്യൂ എടുത്തിട്ടേ. $4,000 വാല്യൂ. ഓക്കെ, എന്നാ ഇനി 4000 വാല്യൂ തന്നെ.
ഓക്കെ, ഇനി പറ F34ന്റെ വാല്യൂ എത്ര കിട്ടിയേ? 4560 ന്യൂട്ടൺ. 1560 ന്യൂട്ടൺ. 4590 ആണ് കിട്ടിയത്. 4560 കിട്ടി. 60. ഓക്കെ ഓക്കെ, ആ വ്യത്യാസം 4590 ആണ് ടെക്സ്റ്റ് ബുക്കിലെ. ആ 60 എന്നുള്ള വാല്യൂയിലേക്കുള്ള ചേഞ്ച് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ചെയ്യുന്നത് നമ്മൾ വാട്ട് എവർ വി ഡ്രോ നമ്മൾ മാനുവലി ഡ്രോ ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ സ്മോൾ വാല്യൂ വേരിയേഷൻസ് ഓരോ ആളിലും ഉണ്ടാവും. എത്ര ആക്യുറേറ്റ് ആയിട്ടാണോ നിങ്ങൾ ഈ ഫോഴ്സ് പോളിഗൺ വരക്കുന്നത് അത്രയും ആക്യുറേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ വാല്യൂ കിട്ടും. ബട്ട് ഈ ഒരു ചെറിയ ഡിഫറൻസ് വാല്യൂ നിങ്ങളെ മാർക്കിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തില്ല. കാരണം അത് ഹ്യൂമൻ എറേഴ്സ് ആണ്. നമ്മൾ ഇത് വരക്കുമ്പോൾ ചെറിയ ചെറിയ എന്താ പറയാ ആക്യുറസി എറേഴ്സ് വരും. അതുകൊണ്ടാണ് ഓക്കെ 4560 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ വാല്യൂ എടുത്തിട്ട് പോകും. F143 കിട്ടിയ 2320 ന്യൂട്ടൺ. 2330 ആ 2320 ന്യൂട്ടൺ. ഓക്കെ, 2250 ആണ് ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂ. എന്നാലും സ്റ്റിൽ ഓക്കെ. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് കിട്ടി. ഈ രണ്ട് വാല്യൂ നമുക്ക് കിട്ടുന്നത് ഫ്രം ദ ഫോഴ്സ് പോളിഗൺ ആണ്. ഈ ഫോഴ്സ് പോളിഗൺ നമ്മൾ വരച്ച എന്തിനാ? ഫോഴ്സ് പോളിഗൺ വാസ് ഡ്രോൺ റിലേറ്റഡ് ടു ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് നമ്പർ 4. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് യൂസിങ് ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് നമ്പർ 3. ആ ലിങ്ക് നമ്പർ 3ന്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മൾ ഈ എറ്റിൽ സി എന്ന് പറഞ്ഞ എൻഡിൽ വരുന്ന ഫോഴ്സിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു. ഒരു ടാൻജൻഷ്യൽ കോമ്പണന്റ്, ഒരു നോർമൽ കോമ്പണന്റ്. സോ ആ ഫ്രീ ബോഡി ഡയഗ്രത്തിന് ബൈ ടേക്കിംഗ് ദ മൊമെന്റ്സ് അബൌട്ട് ദിസ് എൻഡ് പോയിന്റ് ബി നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആ കോമ്പണന്റ് വാല്യൂം ഡയറക്ഷൻ നമുക്ക് ലിങ്ക് നമ്പർ 3യിൽ നിന്ന് മനസ്സിലാക്കാം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് നമ്പർ 4 വരച്ചു. ആ ഫ്രീ ബോഡി ഡയഗ്രത്തിന് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ എല്ലാ ഡയറക്ഷൻസും കിട്ടി. രണ്ട് ഫോഴ്സിന്റെ ടോട്ടൽ വാല്യൂസും നമുക്കറിയാം, അതായത് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ പറയാം. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൾ ദീസ് തിങ്സ് നമ്മൾ ഫോഴ്സ് പോളിഗൺ വരച്ചു. ഫോഴ്സ് പോളിഗൺ മെഷർ ചെയ്ത് സ്കെയിൽ ഉപയോഗിച്ച് ഫോഴ്സ് പോളിഗൺ വരക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്റർ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? വെക്ടർ ഡയഗ്രാം വരക്കുന്ന. സോ സ്കെയിൽ ചെയ്യണം. കാരണം ന്യൂട്ടൺ വാല്യൂസിനുള്ളതിനെ നമ്മൾ സെന്റിമീറ്റർ സ്കെയിലിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നു. സോ സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ സ്കെയിൽ റിവേഴ്സ് ചെയ്തിട്ട് മെഷർമെന്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? വി ആർ ഫൈൻഡിങ് ഔട്ട് ദ വാല്യൂസ് ഓഫ് F34 ആൻഡ് F14. ഇത്രയും കിട്ടി. ഇപ്പൊ നമ്മളെ കയ്യിലുള്ള F34 ആണ്. F34 നമ്മളെ കയ്യിലുണ്ട് താനും. ഓക്കെ, നേരത്തെ ഡയഗ്രത്തിൽ, അതായത് നേരത്തെ തൊട്ട് മുന്നത്തെ ഫോഴ്സ് പോളിഗണിൽ നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് ഫോഴ്സ് പോളിഗൺ ഇങ്ങനെയായിരുന്നു. നമുക്ക് ഫോഴ്സ് പോളിഗൺ മാപ്പ് ഇങ്ങനെയാണ് കിട്ടിയത്. അതില് ഇതാണ് F34 എന്ന റിസൾട്ടന്റ് കിട്ടിയത്. F34 ആ ഫോഴ്സ് പോളിഗണിലെ റിസൾട്ടന്റ് F34 ഇങ്ങനെയായിരുന്നു. ഇനി എന്ത് ചെയ്യാം? ഇനി വീണ്ടും നമ്മൾ ലിങ്ക് നമ്പർ 3യിലേക്ക് വരാം. കാരണം ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടിരിക്കും. നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാൻ. സോ കമ്മിങ് ബാക്ക് ടു ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് നമ്പർ 3. സോ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് നമ്പർ 3 നിന്ന് തുടങ്ങി രണ്ട് സ്റ്റെപ്പിന് ശേഷം വീണ്ടും വി ആർ റിട്ടേണിംഗ് ടു ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് നമ്പർ 3. FBD ഓഫ് ലിങ്ക് 3. ലിങ്ക് 3 എത്ര ഡിസ്റ്റൻസിലാണോ വരച്ചത് അതേ ഡിസ്റ്റൻസിൽ വരക്കാം. ഒരു എൻ പോയിന്റ് ഇവിടെയുണ്ട്, ഒരു എൻ പോയിന്റ് ഇവിടെയുണ്ട്. ലെറ്റ് ദിസ് ബി ബി, ലെറ്റ് ദിസ് ബി സി. ഇവിടെ ഇ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അറ്റ് ദി എൻ പോയിന്റ് ഇ നമുക്ക് എന്താ ഉള്ളത്? ഒരു നോൺ അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്, വിച്ച് ഈസ് Q. Q ഈക്വൽ ടു 500 ന്യൂട്ടൺ ആണ്. അത് ബി സി ആയിട്ട് 50 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെന്ന് അറിയാം. ഇത്രയും നമുക്കറിയാം. ഇനി ഇവിടെയുള്ള രണ്ട് കൺസ്ട്രെയിൻ ഫോഴ്സസ്, ഒന്ന് ഈ എൻ പോയിന്റ് ആക്ട് ചെയ്യുന്ന F23 ആണ്. 2 അപ്ലൈ ടു 3, 2-3യിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്. ഇവിടെ F43 ആണ്, 4-3യിലേക്ക് കൊടുക്കുന്നത്. Now F34 നമുക്ക് ഇവിടുന്ന് അറിയാം, അതായത് F34ന്റെ ഡയറക്ഷൻ പറയാം, മാഗ്നിറ്റ്യൂഡ് പറയാം. അങ്ങനെയാണെങ്കിൽ F43 എന്തായിരിക്കണം? F43 എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് F43 ഷുഡ് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് F34, വിച്ച് ഇസ് നത്തിങ് ബട്ട് 4560 ന്യൂട്ടൺ.
4560 ന്യൂട്ടൺ. ഇനി F34ന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും F43ന്റെ ഡയറക്ഷൻ. ഈ രണ്ട് ഫാക്ട് നമുക്കറിയാം. സോ F34ന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ F43ന്റെ ഡയറക്ഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, നേരത്തെ വരച്ച ഫോഴ്സ് പോളിഗൺ, തൊട്ട് മുന്നേ വരച്ച ഫോഴ്സ് പോളിഗണ് നിങ്ങൾക്ക് F34ന്റെ ഡയറക്ഷൻ അറിയാം. ആ F34ന്റെ ഡയറക്ഷന് പാരലായിട്ട് എന്ത് വേണം? ഈ ലിങ്ക് 3ന്റെ ഫ്രീ ബോഡിയിലേക്ക് നിങ്ങൾ എന്ത് വരക്കണം? ഈ ലൈൻ സെഗ്മെന്റ് പാരലായിട്ട് ഒരു ലൈൻ സെഗ്മെന്റ് വരക്കുക. ഇതെങ്ങനെയാണോ അതിന് പാരലായിട്ടാണ് ഇവിടെ വരച്ചത്. ഓക്കെ, F34 എങ്ങനെയാണോ അതിന് പാരലായിട്ട്, ബട്ട് എയറോ ഹെഡ് കാണിക്കേണ്ടത് ഇങ്ങോട്ടാണ്. ഇതിന്റെ എയറോ ഹെഡ് ഇങ്ങോട്ടാണെങ്കിൽ ഈ എയറോ ഹെഡ് ഇങ്ങോട്ടാണ്, കാരണം ഓപ്പോസിറ്റ് ആണ്. സോ ദിസ് ബിക്കംസ് F43. തൊട്ട് മുന്നേ നമുക്കുണ്ടായത് F43ന്റെ രണ്ട് കോമ്പണന്റ് ആയിരുന്നു. ലിങ്ക് നമ്പർ 3ന്റെ ഫ്രീ ബോഡിയിൽ ഇതിന്റെ രണ്ട് കോമ്പണന്റ് വരച്ചത്, F43N ഉം F43T യും. സോ ഈ ഡിഫറൻസ് ആണ് കഴിഞ്ഞ ന്യൂമറിക്കൽ ഈ ന്യൂമറിക്കൽ തമ്മിലുള്ളത്. കഴിഞ്ഞ ന്യൂമറിക്കൽ ദിസ് ലിങ്ക് വാസ് എ 2 ഫോഴ്സ് മെമ്പർ. സോ ബിസിക്ക് എലോങ് ആയിട്ടാണ് F43യും F23 ആക്ട് ചെയ്തത്. ബട്ട് ഇതില് സിൻസ് ദിസ് ഈസ് എ 3 ഫോഴ്സ് മെമ്പർ, സി F43ന്റെ ഡയറക്ഷൻ മാറി. ഇത് ബിസിക്ക് എലോങ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്, ചെറിയൊരു ഇൻക്ലിനേഷൻ ഇല്ല. ആ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആ ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നത് തൊട്ട് മുന്നേ എടുത്ത ഫോഴ്സ് പോളിഗണിലെ റിസൾട്ടന്റ് എങ്ങനെയാണോ ആ ഡയറക്ഷനിലാണ് കിട്ടുന്നത്. മനസ്സിലായോ ഇതെങ്ങനെ എടുത്തതെന്നുള്ളത്? ഈസ് ഇറ്റ് ക്ലിയർ? യെസ് സർ. ഓക്കെ സർ. സോ ഇനി ഈ എൻ പോയിന്റ് നമുക്ക് ഒരു ഫോഴ്സും കൂടി ഉണ്ട്. ഈ എൻ പോയിന്റിൽ വരുന്നത് F23 ആണ്. F23ന്റെ ഡയറക്ഷൻ നമുക്ക് അറിയില്ല, അവിടെ ഒരു ഫോഴ്സ് ഉണ്ട് എന്നേ ഉള്ളൂ. ആ ഡയറക്ഷൻ അറിയാൻ എന്ത് ചെയ്താൽ മതി? ബി സി ഇപ്പോൾ ഒരു 3 ഫോഴ്സ് മെമ്പർ ആണ്. 3 ഫോഴ്സ് മെമ്പർ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ വാട്ട് വേർ ദ കണ്ടീഷൻസ്? 3 ഫോഴ്സും കൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ their line of action should meet at a point which is known as point of concurrence. സോ എന്ത് ചെയ്യുക? Q ഓൾറെഡി ഇടി ഉണ്ട്, നിങ്ങൾ ഇത്രയും ചെയ്യേണ്ടു. F43 ഇങ്ങനെ ഉണ്ടെങ്കിൽ extend F43 എക്സ്റ്റെൻഡ് ചെയ്യുക. F43 എക്സ്റ്റെൻഡ് ചെയ്താൽ ഡയറക്റ്റ് പെൻസിൽ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്താണ്. അത് ക്യൂനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ആണ് നമ്മളുടെ പോയിന്റ് ഓഫ് കൺകറൻസ്. സോ ക്യൂ ഇങ്ങനെ വന്നു, F43 പോയിന്റിലേക്ക് പോയി. സോ നാച്ചുറലി F23 എങ്ങനെയായിരിക്കണം? ഈ പോയിന്റിൽ നിന്ന് എൻ പോയിന്റ് ബിയിലേക്ക് വരുന്ന രീതിയിൽ. സോ ബിയും ഈ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യാം. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് എയറോ ഹെഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഷോ ദാറ്റ് ദിസ് ലൈൻ സെഗ്മെന്റ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് F23. ഇതെങ്ങനെയാ വരച്ചെന്നുള്ള മനസ്സിലായില്ല? യെസ് സർ. ഓക്കെ, ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഡയറക്ഷൻ ഓഫ് F23 നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് അതിന് F43ന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. സി, ഇത് രണ്ടും ഇൻലൈൻ അല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. F43ന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു F23 നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ചു, അത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈസ് നോട്ട് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് F23. സെപ്പറേറ്റ് ആണ്, കാരണം ഇത് 3 ഫോഴ്സ് മെമ്പർ ആണ്. സോ വാല്യൂ ഷുഡ് ബി സെപ്പറേറ്റ്. അണ്ടർസ്റ്റുഡ്? ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫോഴ്സ് പോളിഗൺ വരക്കണം. ഓക്കെ, ഫോഴ്സ് പോളിഗൺ റിലേറ്റഡ് ടു ലിങ്ക് 3. ലിങ്ക് 4 റിലേറ്റ് ചെയ്ത ഫോഴ്സ് പോളിഗൺ നേരത്തെ വരച്ചു, അതിൽ നിന്നാണ് നമ്മൾ F34 കണ്ടുപിടിച്ചത്. ഇനി ലിങ്ക് 3 ബന്ധപ്പെട്ട ഫോഴ്സ് പോളിഗൺ എന്തിനാണ് വരക്കുന്നത്? ടു കാൽക്കുലേറ്റ് F23. ആ ഫോഴ്സ് പോളിഗൺ എങ്ങനെ വരക്കുന്നത്? ആദ്യം നമുക്ക് F43 അറിയാം. F43 4560 ആണ്, Q 500 ആണ്. സോ സ്കെയിൽ ചെയ്യാം. സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 4560 ന്യൂട്ടൺ. 4560 ന്യൂട്ടൺ നേരത്തെ പോലെ 10 സെന്റിമീറ്റർ ആയിട്ട് എടുത്തോ. ഓക്കെ, അങ്ങനെയാണ് സ്കെയിൽ 1 സെന്റിമീറ്റർ ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? 456 ന്യൂട്ടൺ. ദിസ് ഈസ് ദ സ്കെയിൽ ഫോർ അവർ ന്യൂ ഫോഴ്സ് പോളിഗൺ. ഈ സ്കെയിൽ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെയിൽ എടുക്കാം.
എന്നിട്ട് ആദ്യം ചെയ്തത് ഈ ഫ്രീ ബോൾ ഡയറിന് F43 ഡയറക്ഷൻ എങ്ങനെയാണോ അതേ ഡയറക്ഷൻ, അതായത് ഇതേ ഡയറക്ഷനിൽ പാരലായിട്ട് 10 സെന്റിമീറ്ററിന്റെ ലൈൻ കാണിക്കും. ഇതിന് പാരലായിട്ട് F43ക്ക് പാരലായിട്ട്. സോ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ലെറ്റ് ദിസ് ബി ഓന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പോയിന്റിലേക്ക് വരച്ചു. ഓക്കെ, ഇതാണ് ഇതിന്റെ ഹെഡ്. ദിസ് റെപ്രസെന്റ്സ് F43. F43ന്റെ 10 സെന്റിമീറ്റർ ലൈനാണ്. ഈ പോയിന്റ് നമുക്ക് വേണ്ടിക്കില് OG എന്ന് കാണിക്കാം. OG. ഇനി രണ്ടാമത് നമുക്കറിയുന്ന ഈ ലിങ്കിലുള്ള ഫോഴ്സ് അത് Q ആണ്. 500 ന്യൂട്ടൺ ആണ്. സോ 456 ന്യൂട്ടൺ 1 സെന്റിമീറ്റർ ആണെങ്കിൽ 500 ന്യൂട്ടൺ എത്രയായിരിക്കും? 1 കുറച്ചും കൂടി കൂടുതൽ അല്ലെ? സോ 500 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 ഡിവൈഡ് ബൈ 456 എത്രയാണോ സെന്റിമീറ്റർ കിട്ടുന്നത് ആ സെന്റിമീറ്റർ കാണിക്കുന്നത്. ആ സെന്റിമീറ്റർ കാണിക്കുന്നത് Q ഇങ്ങനെയാണെങ്കിൽ ആ Qന്റെ ഡയറക്ഷന് പാരലായിട്ട്, അതായത് ഇങ്ങനെയാണെങ്കിൽ അതിന് പാരലായിട്ട് വേണം ഇവിടെ വരയ്ക്കാൻ. ഇതായിരിക്കും അതിന്റെ എറോ ഹെഡ്. ഓക്കെ, OG ഇതിനെ H ആയിട്ട് എടുക്കുക. ഈ പോയിന്റ് H ആയിട്ട് എടുക്കുക. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോഴ്സ് Qനെയാണ്. ഓക്കെ, Qന്റെ ഡയറക്ഷൻ ഇതിന് ഈ ലൈൻ സെഗ്മെന്റിന് പാരലാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇവിടുന്ന് സ്കെയിൽ ചെയ്തിട്ടാണ് കിട്ടുന്നത്. Is that clear? Yes, sir. So naturally next എന്തായിരിക്കണം വരേണ്ടത്? അടുത്ത കിട്ടേണ്ട F23 ആണ് അല്ലേ? Yes, sir. സോ ഇത് 3 ഫോഴ്സ് മെമ്പർ ആണ്. സോ അടുത്ത F23 എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇതിന്റെ റിസൾട്ടന്റ് ആയിട്ട് വരുന്നതല്ല ഫോഴ്സ് ട്രയാങ്കിൾ. 2 ഡിഫറെന്റ് വാല്യൂ ഓഫ് ഫോഴ്സ് ആണ്. സോ ഇതൊരു ക്ലോസ്ഡ് ട്രയാങ്കിൾ ആണ്, ബട്ട് റിസൾട്ടന്റ് ആയിട്ട് വരുന്ന ഫോഴ്സ് അല്ല ഇവിടെ വേണ്ടത്. സോ F23 എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് വരും? അടുത്ത എങ്ങനെയായിരിക്കും വരുമോ പറഞ്ഞാട്ടെ? ഇതിനെന്ത് ചെയ്യാം? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം ഈ എൻഡ് പോയിന്റ് ഇങ്ങോട്ട്. കാരണം ഫോഴ്സ് പോളിഗൺ ആണ്, സോറി ഫോഴ്സ് ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിൾ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതിനെ ക്ലോസ് ചെയ്യാം. ഓൾറെഡി നമുക്ക് ഡയറക്ഷൻ നേരത്തെ എയറോ ഹെഡ് അറിയാം. സോ അതേ എയറോ ഹെഡ് ഇവിടെ കൊടുക്കുക. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന F2. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഈ വർഷം മനസ്സിലായിനാ? Yes, sir. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് പോളിഗൺ, അതായത് ഈ ഫോഴ്സ് പോളിഗൺ അടുത്ത് ഇങ്ങോട്ടാണ്. ഇതുമായി റിലേറ്റ് ചെയ്ത സ്റ്റെപ്പാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഫിഗറുമായി റിലേറ്റ് ചെയ്ത സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത്. ഫ്രം ഫോഴ്സ് പോളിഗൺ മെഷർ OH. OH എന്ന് പറഞ്ഞ വെക്ടർ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, ലൈൻ സെഗ്മെന്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, OH മെഷർ ചെയ്യുക. സോ OH എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാല്യൂ ഓഫ് OH എടുക്കുക. അതിന് ആഫ്റ്റർ സ്കെയിലിംഗ് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് F23. F23 എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും അത്. Is it clear? Okay. So 2 sets of force polygons already we have discussed. One was a polygon related to link number 4. Within that 4 forces were acting, out of which 2 were totally known.
Now the next set of force polygon, it was related to link number 3. And the reason is link number 3 was also a 3 force member. Link number 4 ഒരു 4 force member ആയി, link number 3 എന്തായി ഒരു 3 force member ആയി. അതുമായി റിലേറ്റ് ചെയ്ത ഫോഴ്സ് പോളിഗൺ, ആ ഫോഴ്സ് പോളിഗൺ നമുക്ക് OH മെഷർ ചെയ്ത we'll obtain F23. Is it clear? Yes, sir. ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? Yes, sir. Sir. ഏതെങ്കിലും വാല്യൂ കിട്ടിയാ? F23 വാല്യൂ കിട്ടിയാ? Newton. 24.8 Newton. Okay, 4900 ആണ് ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ. അത് സാറില്ല. സോ F23 നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണ്? F23 is equal to 4920. 4924.8 Newton. 4924.8 ആണ്. ഓക്കെ, ഇത്രയും ന്യൂട്ടൺ. വെരി ഗുഡ്. ഈ ഫിഗേഴ്സ് ഞാൻ വാങ്ങിച്ചോളിയുന്നുണ്ട്. സോ F23 വാല്യൂ, F23 വാല്യൂ കിട്ടിയാൽ നമ്മൾ ഇഫ് യു ലുക്ക് അറ്റ് ലിങ്ക് നമ്പർ 2, അടുത്ത നമുക്ക് ലിങ്ക് നമ്പർ 2 ആണ്. സോ ലിങ്ക് നമ്പർ 2 FPD വരണം. Draw the FBD using the same measurements. Okay. Whatever measurement you have used for drawing the configuration diagram, take the same measurement and in the parallel direction. That means whatever direction is shown in the configuration diagram, use the same diagram, same dimension and the same direction and draw AB. AB which is link number 2. ഇനി ഈ എബിയിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം, രണ്ട് എൻഡ് പോയിന്റിലും വി ഹാവ് 2 കൺസ്ട്രെയിൻ ഫോഴ്സസ്. അറ്റ് ദി എൻഡ് പോയിന്റ് ഓഫ് ബി ഇറ്റ് ഷുഡ് ബി F32 ആൻഡ് എൻഡ് പോയിന്റ് എ ഇറ്റ് ഷുഡ് ബി F12. സോ F23 ഇവിടെ ഉണ്ടെങ്കിൽ F32 എന്തായിരിക്കും? അതായത് ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന ഓരോ ഫോഴ്സിനും വി കൻ അപ്ലൈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. സോ F23 എങ്ങനെയാണോ should be what? The magnitude of F23 should be equal to F3. magnitude of F32. അല്ലേ? So ഈ 4924.8 എന്നാണ് F23 കിട്ടിയിട്ടുണ്ടെങ്കിൽ സെയിം വാല്യൂ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് F32 ഉണ്ടാവേണ്ടത്. അതിൽ സംശയമൊന്നുമില്ല. ബട്ട് ഓൺലി ചേഞ്ച് ഷുഡ് ബി ഇൻ ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ദാറ്റ് മീൻസ് F23 ഡയറക്ഷൻ എങ്ങനെയാണോ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കണം F32 ഡയറക്ഷൻ. ഓൺലി ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഈ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ലേ? സോ F23 ഇങ്ങനെയാണെങ്കിൽ F32 ഡയറക്ഷൻ സെയിം പാരലൽ ടു F23 ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് എയറോ ഹെഡ് മാത്രം മതി. സോ ഈ ഫോഴ്സ് പോളിഗണിന് F23 ഡയറക്ഷൻ എങ്ങനെയാണോ അതിന് പാരലൽ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇവിടെ നമ്മൾ F32 കാണിക്കാൻ. സോ ഇതിങ്ങനെയാണെങ്കിൽ അതിന് പാരലൽ ആയിട്ട് ലൈൻ വരക്കും. ഇതിന് പാരലൽ ആയിട്ടാണ് ഈ ലൈൻ വരച്ചത്. ബട്ട് എയറോ ഹെഡ് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് കാണിക്കുക. ദിസ് വിൽ റെപ്രസെന്റ് F32. F32 ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് ഈ ലിങ്ക് എന്ന് പറഞ്ഞാൽ 2 ഫോഴ്സസ് അതിന്റെ കപ്പിൾ വരുന്ന ലിങ്കാണ്. 2 ഫോഴ്സും ഒരു കപ്പിളും വരുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട 2 ഫോഴ്സ് ഫോർ ഇക്വിലിബ്രിയം എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. സോ F32 ഇങ്ങനെയാണെങ്കിൽ എൻഡ് പോയിന്റ് എയിൽ വരുന്ന F12 ഷുഡ് ബി പാരലൽ ടു F32. F32 വരച്ചാൽ അതിന് പാരലായിട്ട് ഐ ക്യാൻ ഡ്രോ F12. ഇനി ടോർക്ക് T2 കണ്ടുപിടിക്കുന്നതിൽ ഒറ്റ കാര്യമുള്ളൂ, എക്സ്റ്റെൻഡ് ചെയ്യുക. മെഷർ ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ഫോഴ്സസ്. ഈ 2 ഫോഴ്സിന്റെ ഇടയിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ലെറ്റ് ദാറ്റ് ബി H. ആ ഡിസ്റ്റൻസിന്റെ വാല്യൂ H ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് അൾട്ടിമേറ്റ് ടോർക്ക് T2 ഷുഡ് ബി ഈക്വൽ ടു either F32 multiplied by H or F12 multiplied by H. Clear ആണോ എക്സ്പ്ലെയിൻ ചെയ്തത്? Yes, sir. Yes, sir. സോ 2 ഫോഴ്സ് വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാല് കൺസെപ്റ്റ് സിമ്പിൾ ആണ്, പക്ഷെ ഒരു ലേശം ലെങ്തി ആണ്.
കാരണം കുറച്ചധികം ഫിഗേഴ്സ് നിങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പോസ്റ്റ് പോളിഗൺസും കാര്യങ്ങളായിട്ട് നിങ്ങൾ ഇടക്കിടക്ക് വരച്ച് കാണിക്കേണ്ടി വരും. ആ ഡിഫിക്കൽട്ടി മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് വിളിക്കാം. അദ്വൈത്, sir. അജയ് കൃഷ്ണ, Present, sir. അഖിൽ കെ. അഖിൽ കെ ഉണ്ട്? അഖിൽ കെ Absent. അഖിൽ കെ ആബ്സെന്റ്. അക്ഷയ് കൃഷ്ണ. Present, sir. അക്ഷയ് കൃഷ്ണ ടി. Present, sir. അക്ഷയ് നമ്പ്യാർ. Present, sir. അമർനാഥ്. അമർനാഥ് ആബ്സെന്റ്. ക്ലിൻഡ് ആബ്സെന്റ്. ദിൽജിത്ത്. Present. ഗോകുൽ. Present, sir. ജിഷ്ണു ദിലീപ്. ജിഷ്ണു ദിലീപ്. ജിഷ്ണു ദിലീപ് ഓൺലൈനായിട്ട് കാണുന്നുണ്ട്. ആള് ഫോൺ വെച്ചിട്ട് പോയിട്ടുണ്ടാവും. ജോയൽ ടോം. Present, sir. ജുനൈദ്. ജുനൈദ് ആബ്സെന്റ്. മിനോഷ്. മിനോഷ്. മുഹമ്മദ് സിനൻ ആബ്സെന്റ്. നികേത്. Present, sir. പ്രണവ് കെ. Present, sir. പ്രണവ് എൻ. Sir. ഋത്വിക്. Present, sir. ശരത്. ശരത്. ശരത് ആബ്സെന്റ്. ശ്രീനാഥ്. Present, sir. ശ്രീരാഗ്. Present, sir. സുലഭ്. Present, sir. യദുകൃഷ്ണൻ. Present, sir. യദുൽ ഹാരിഷ് ആബ്സെന്റ്. അരുൺ രാജ്. Present, sir. ജിഷ്ണു കെ വി. Present, sir. ജിഷ്ണു സജീവൻ. Present, sir. നീരജ്. Present, sir. റനീഷ്. റനീഷ് ഉണ്ടോ? വൈശാഖ്. Present, sir. ഗോകുൽ മുരളീധരൻ. Present, sir. ആ റനീഷ ഞാൻ വിട്ടിന്. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. Thank you, sir. Thank you, sir.